ഗായ്സ്, ഈ ഏരിയ വഴി എന്ന് പറയുന്നത് കുറച്ച് ദുർഘടം പിടിച്ച ഒരു വഴിയാണ് കേട്ടോ. ഇപ്പം മഴ പെയ്തതുകൊണ്ട് ഇതിലെ വാഹനം ഇങ്ങനെ കടന്നു പോകുന്നുള്ളതുകൊണ്ടും ഭയങ്കര ചളികുളമായിട്ടുള്ള ചളികുളി എന്ന് പറയും. ഭയങ്കര ഞാൻ എന്നെ കടന്നു പോകുന്നുള്ളത് ഏതോ ഒരു വഴിയിലൂടെയിട്ട്. ഇവരെല്ലാം ഈ വീടിൻ്റെ അടുത്തുള്ള ഇതൊരു സ്വകാര്യ വ്യക്തിൻ്റെ വഴിയും തോന്നുന്നു. എല്ലാവരും കൂടി സഹകരിച്ചിരുന്നെങ്കിൽ ഈ വഴി അടിപൊളിയാക്കായിരുന്നു. നല്ല ഇൻ്റർലോക്കെല്ലാം ഇട്ടിട്ട് ഇത്ര ടൂറിസ്റ്റ് എന്താ പറയുന്നത് ആൾക്കാരും കാര്യങ്ങളും ക്രൗഡെല്ലാം ഉണ്ടാകുമ്പോൾ ചെയ്തിരുന്നെങ്കിൽ ഒന്നും കൂടി ഉഷാറാവുമായിരുന്നു. ഇപ്പോൾ നല്ല വെയിൽ വന്നു കേട്ടോ, അടിപൊളി വെയിൽ വരുമ്പോൾ സന്തോഷം. നല്ല പിക്ചർ കിട്ടുന്നുണ്ട് എടുക്കാൻ. കുറേ വീടുകളുണ്ട്. ഈ വഴി അടിപൊളി ആക്കി കഴിഞ്ഞാൽ ഒന്നും കൂടി ടൂറിസ്റ്റുകളെ ഇങ്ങോട്ടേക്ക് അടുപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ആൾക്കാർ അറിഞ്ഞിട്ടാണ് വരുന്നത് പലവരും. പക്ഷെ അപ്പോൾ തൂക്കുപാലത്തിലേക്ക് പോകുന്ന വഴിയാണ് ദുർഘടം പിടിച്ചിരിക്കുന്നത്. അത് മഴ ആയതുകൊണ്ട് ചളികുളമായിട്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ല. ഗായ്സ്, ഇതാണ് തൂക്കുപാലം. ചേരൂരിലെ തൂക്കുപാലം. മഴ വന്നു കേട്ടോ. മഴ വന്നു ഗായ്സ്. നല്ല മഴയാണ് കേട്ടോ, നല്ല ശക്തമായ മഴ. കാണുന്നുണ്ടോ? അതാ പൊടിപ്പാറ്റിയ മഴ എന്ന് പറയുന്നില്ലേ, അതാണ്. അതിശക്തമായ മഴയ്ക്ക് ശേഷം പൊടിപാറ്റിയ മഴയായിരുന്നു. അതിന് ശേഷം ഇപ്പോൾ മഴ കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ സ്റ്റിൽ പാറ്റിക്കൊണ്ടുണ്ട് കേട്ടോ. വഴിയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള. ഈ സൈഡ് കൂടി വഴിയുണ്ട്, ആ സൈഡ് കൂടി വഴിയുണ്ട്. ഞാൻ വന്നിട്ടുള്ളത് ആ സൈഡിൽ നിന്നാണ് കേട്ടോ ഇങ്ങോട്ടേക്ക്. എൻ്റെ സ്കൂട്ടർ വെച്ചേക്കുന്നത് അവിടെയാണ്. പിന്നെ കലക്ക് വെള്ളമാണ് കേട്ടോ, വെള്ളത്തിന് ക്ലിയറൊന്നുമില്ല. ഇത് എനിക്കറിയാൻ പറ്റിയത് മഴയില്ലാത്ത നേരം, അതായത് ഈ വെയിലുള്ള നേരത്തെല്ലാം വെള്ളം വറ്റി കഴിഞ്ഞാൽ ഒരു ഗ്രൗണ്ട് പോലെയാണ്. കുട്ടികളെല്ലാം ഇറങ്ങി ഫുട്ബോളും ക്രിക്കറ്റെല്ലാം കളിക്കുന്ന ഒരു ഏരിയ ആണെന്നാണ് പറയുന്നത്. ഈ ഒരു നടുക്ക് വെള്ളത്തിൻ്റെ ചോദിച്ചു നോക്കാം, അങ്ങനെയെല്ലാം കേട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ നല്ല കടികളും ഫാമിലിയെല്ലാം ഉണ്ടായിരുന്നു. ഫാമിലി പോയി. മഴ വന്നിട്ട് എല്ലാം പുക പിടിച്ച പോലെ. ഇതാണ് ഇവിടെ അടുത്തുള്ള കട. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉപ്പിലിട്ടതെല്ലാം നിങ്ങൾക്ക് ധാരാളം കഴിക്കാൻ പറ്റും. ഉപ്പിലിട്ട് കഴിക്കാൻ പറ്റും. കുട്ടികൾക്ക് വേണ്ടതും മുതിർന്നവർക്കും വേണ്ടതും എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതാ നമ്മുടെ സ്വന്തം ബേക്കാച്ചി. ഇതെങ്ങനെ ഷോപ്പ് നിങ്ങളെ സ്വന്തം? അതെയാ, ആരല്ലോ? അതെയാ, പാർട്ട്ണർ? അതെയാ, അത് ശരി. നിങ്ങൾ രണ്ടാളല്ലേ? നിങ്ങളെ എവിടെ ലോക്കൽ തന്നെയാണോ? അതെയാ, ശരി. നിങ്ങളുടെ പേര്? സമ്മദ്. നിങ്ങൾ പേരോ? ഷുഹൈൽ. ഓക്കെ. ചറുമുറെല്ലാം ഉണ്ട് കേട്ടോ. ഏത്? അതെയാ, പള്ളിക്കറി. അതെയാ, ചെറൂർ തൂക്കുപാലം കാണാൻ വന്നു കഴിഞ്ഞാൽ ഈ സൈഡിലോട്ട് അല്ലേ? ഞാൻ വന്നത് അവിടുന്ന്. അത് ഇങ്ങനെ തൂക്കുപാലം കയറി വരാം. വന്നത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ പറയപ്പെട്ട ഷോപ്പുണ്ട്. ഇവിടെ എനിക്ക് മുമ്പ് പറയുന്നത് കേട്ടിട്ടുണ്ട്,
ഈ ഇപ്പം വെള്ളമുണ്ട്, എന്തോ ഒരു ഗ്രൗണ്ട് പോലെ ആവുന്നു, കളിക്കുന്നുണ്ട് അല്ലേ? കളിക്കാനുള്ള സ്പേസ് ആണ്, നല്ലൊരു അല്ലേ? ഇതായിട്ടുള്ള പ്ലേസ് ആണ്. അതെയാ, ഇപ്പോൾ വെള്ളം കയറി പൊന്തിയിട്ട് ഫുട്ബോൾ എല്ലാം കളിക്കാൻ പറ്റുന്നത് അല്ലേ? നല്ല വലിയ ഒരു ഗ്രൗണ്ട് ആയിട്ട് തന്നെ കിട്ടുന്ന ഗ്രൗണ്ടിന്റെ അത്ര ആ ഒരു പൊസിഷൻ ഉണ്ടാവും. ഇങ്ങനെ ബിൽഡ് ഉണ്ടായത് മഴ പെയ്തിട്ട് നമുക്ക് ഇങ്ങനെ പൊഞ്ഞിട്ട് ചെറുതായത്. അതെയാ, ഇപ്പൊ കാണുന്ന പോലെ ഒരു വലിയൊരു ഇതുപോലെ ഉണ്ടാവും, ചെറുതായിട്ട് മാറി. ഇപ്പം വെള്ളം നല്ല പൊന്തിയിട്ടുണ്ടല്ലോ അല്ലേ? ഇന്നലെ മിഞ്ഞാത്തെല്ലാം നല്ല മഴയിൽ ഇതിനായിട്ടും പൊന്തിട്ടുണ്ടായിരുന്നു. അതെയാ, ശരി. അപ്പോൾ ഗൈസ്, ഈ ഷോപ്പ് വരുന്നത് തൂക്കുപാലം കഴിഞ്ഞ ലെഫ്റ്റ് സൈഡ് കിട്ടുന്ന ഫസ്റ്റത്തെ ഷോപ്പ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ 1-2 ഷോപ്പ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട്. ചക്കിളി ഉണ്ട്. ഈ ചക്കിളി കാണുമ്പോൾ തന്നെ അറിഞ്ഞത് മറ്റേ മുള്ളിലിട്ടത് അല്ലേ? മുള്ളിലാക്കി തരുന്നതല്ലേ? അതെ. ഇപ്പം എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ? മഴ ചാറുന്നുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ട് പോയിട്ടില്ല. വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടി. നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ, നല്ല അടിപൊളി മഴയുണ്ടായിരുന്നു. ഓക്കെ ഗായ്സ്, വെള്ളത്തിൻ്റെ ഒഴുക്ക് നോക്ക് ഗായ്സ്. ഇതാണ് ആ ഷോപ്പ് കേട്ടോ. ഫാമിലി ഉണ്ട്. ഈ വഴി കൂടി ഇങ്ങനെ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കാറ് വാഹനം നിർത്തിയിട്ട് ഇങ്ങനെ നടന്നു വരാം. തൂക്കുപാലം ഇങ്ങനെ കാണാം. മഴയില്ല, മഴ കുറഞ്ഞുകൊണ്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, വരുന്നുണ്ട്. വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട് കേട്ടോ. ഗൈസ്, അപ്പോൾ നിങ്ങൾ വന്ന് സന്ദർശിക്കണം ഈ ഒരു സ്ഥലം. പുഴയിൽ നിന്ന് ഒരാൾ തേങ്ങ പൊടിക്കുന്നുണ്ട്. ഇവിടുന്ന് പിടിക്കുന്ന പുഴയിൽ നിന്ന് പിടിക്കുന്ന തേങ്ങ കിട്ടുന്നുണ്ടോ? അതിങ്ങനെ കാണുമ്പോൾ അതെയാ? ഇല്ല, നല്ലോണം കിട്ടുന്നു. ഇത് കാണുമ്പോൾ തന്നെ താത്തും അല്ലേ? അത് കറക്റ്റ് കിട്ടുമോ വലയിൽ? കിട്ടുന്നുണ്ടല്ലേ? ആ, അല്ല എല്ലാം ഒന്നാകെ ഒരു 2-3-4 വന്നാലും അങ്ങനെ ഒന്നാകെ കയറുന്ന ഒന്നാകെ അത് ആ സമയത്ത് നല്ലോണം വരുമ്പോൾ ആൾക്കാർ ജാസ്തി ഉണ്ടാവും. ഓരോരുത്തർക്ക് ഓരോ സൈഡ് വന്നിട്ട് പിടിക്കും. അതല്ലേ? ഇങ്ങോട്ട് എല്ലാം ഒയിറ്റ് വന്നത് കുറച്ച് നേരത്തെ കുറേ കെട്ടീന്ന്, ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞ് ഒയിറ്റ് വരുന്നത്. രസമുണ്ട്. ഇത് തുടങ്ങിയപ്പാട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല മഞ്ഞ കളറായിട്ട്. ഇപ്പോൾ ഈ കളറെല്ലാം പോയിട്ട് തുരുമ്പ് പിടിച്ചായിട്ടുണ്ട് കണ്ടാ, 2 സൈഡ് തുരുമ്പ് പിടിച്ചിട്ട്. മഴക്കാലം കഴിഞ്ഞാൽ ഒന്ന് റീഫ്രഷ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. കാലാവസ്ഥ നല്ല തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. എവിടെ നിന്ന് വരുന്നത്? ഓ, ഇവിടുത്തെ ലോക്കൽ നാട്ടുകാർ തന്നെ അല്ലേ? ഓക്കെ ഓക്കെ.
ഫൈൻ. അപ്പോൾ ഇതൊരു വഴിയാണ്. ഇത് ആ പറഞ്ഞ പോലെ 4-ാം മൈൽ ചേരൂർ വഴി താഴെ ഇങ്ങനെ പള്ളീൻ്റെ ഭാഗത്തൂടെ താഴെ വരുമ്പോൾ കിട്ടുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ കാറ് പാർക്ക് ചെയ്യാം. ഇതുപോലെ ഈ ഒരു സ്റ്റെപ്പിലൂടെ കഴിഞ്ഞാൽ കയറിയ തൂക്കുപാലത്തിലൂടെ കയറിയിട്ട് ഇപ്പം ഞാൻ പോയി വന്ന എക്സ്പ്ലോർ ചെയ്തു വന്ന ആ ഒരു ഏരിയക്ക് എത്താം. കണ്ടതാണ് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. തിന്നണം. എല്ലാവരും പോയി ടേസ്റ്റ് ചെയ്യണം.